ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റൊട്ടിയാണ്. അതിനാവശ്യമായിട്ട് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിടാം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഉള്ളി കൂടുതൽ വേണ്ടവർക്ക് വിടാം, അല്ലെങ്കിൽ 2, 3, 4 ഉള്ളി ആയാലും മതി. അതിലേക്ക് നമുക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ ചിരകിയത്, അരമുറി തേങ്ങ ചിരകിയത്, അരിപ്പൊടി, മൂന്ന് ഗ്ലാസ്സോ 4 ഗ്ലാസ്സോ അല്ലെങ്കിൽ 2 ഗ്ലാസ്സോ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് ഞാനൊരു 4 ഗ്ലാസ് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഉള്ളിയും ജീരകവും നാളികേരവും പൊടിയുമായിട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴക്കണേ. നമ്മൾക്ക് വെള്ളം നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, തിളയായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് വല്ലാണ്ട് ലൂസാവാൻ പാടില്ല. നമുക്ക് മാവ് പിടിക്കാൻ പറ്റുന്ന പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഉള്ളൊരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം. നല്ല ചൂടോട് കൂടി തന്നെ കുഴക്കണം. മാവിൻ്റെ ചൂടാറി വരുമ്പോൾ മാവിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. ഈ റിങ് പോലത്തേൽ നമ്മൾ ഈ മാവിനെ എടുത്തിട്ട് അപ്പുറം ഇപ്പുറം അമർത്തി കൊടുക്കുക. ഇല വെക്കുന്നത് നമ്മുടെ കയ്യിൻ്റെ വടുകളൊന്നും വീഴാണ്ടിരിക്കാനാണ്. എന്നിട്ടൊരു നിറയെ പാനിൽ എണ്ണ തൂവിയിട്ട് അതിലേക്ക് ഈ ഉണ്ടാക്കുന്ന റൊട്ടികൾ വെച്ച് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ ഇട്ടോളോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും, ഉൾഭാഗം വെവില്ല. ചെറിയ ഫ്ലെയിമിലാകുമ്പോൾ അപ്പുറം ഇപ്പുറം കരിയത്തുമില്ല, ഉൾഭാഗം വെവുകയും ചെയ്യും. കുറച്ചൊരു മുറിഞ്ഞ് വരുമ്പോൾ അപ്പുറം മറിച്ചിട്ടിട്ട് നമുക്ക് വേവിക്കാം. 2 ഭാഗം മറിച്ചിട്ട് വേവിച്ചാൽ മതി. ചായപ്പീടികയിലും മറ്റുമാണ് ഈ റൊട്ടികൾ നമുക്ക് കിട്ടുക. ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് പറയണമേ. ചിക്കൻ കറി, മുട്ടക്കറി, അങ്ങനെ എല്ലാ കറികൾക്കും വെറുതെ തിന്നാനായാലും ചായ കൂട്ടി കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നാലും ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ റൊട്ടിയുടെ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് മറിച്ചിടാം. എല്ലാ റൊട്ടികളും ആയിട്ടുണ്ട് ഏകദേശം. ഇനി ബാക്കി ആവാനുള്ളത് ഇതാക്കാം.